മുതലാളി എന്നോട് പറയാൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നല്ല വയ്ക്കൂ. Alex, I will see you in the Yes, office. sir. ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് ഈ ഡിവൈഎസ്പി വർമ്മ ഒരു നല്ല മനുഷ്യനാണെന്ന്. പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ആളാണ്. ശങ്കരേട്ടനെ അറിഞ്ഞുടങ്ങിട്ടാണ്. അവസരപ്പച്ചന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കും. അല്ല, അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ നിവേദനം വർമ്മയെ നേരിട്ട് ഏൽപ്പിക്കണം. അതിന്റെ പകർപ്പ് ഐജിക്ക് ഹോം മിനിസ്റ്റർക്ക് അയക്കണം. വേണമെങ്കിൽ ഒരു കോപ്പി പത്രക്കാർക്ക് അയച്ചേക്കാം. പത്രത്തിൽ വന്നോട്ടെ. പത്രത്തിൽ വന്നു കഴിഞ്ഞു. ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. സോമാച്ച, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഡിവൈഎസ്പിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കാം. വിളിക്ക്. ആരുമില്ല ഇവിടെ. നീ അങ്ങോട്ട് ചെല്ലേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലു മനുഷ്യ, എനിക്ക് വയ്യ. ഒന്ന് ചെല്ല്. എനിക്ക് സ്കൂളിൽ എന്ന് പറഞ്ഞാ മതി. ചെല്ല്. ശ്രീധരൻ എവിടെ? അകത്തുണ്ട്. ഡിവൈഎസ്പി വർമ്മ സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. ശ്രീധരനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചേട്ടന് നല്ല സുഖമില്ല. ഡിവൈഎസ്പി വിളിക്കുമ്പോ സുഖമില്ലെന്ന് വിളിച്ചോണ്ട് വാടി ഇങ്ങോട്ട്. എന്താടി? വേഗം അങ്ങോട്ട് ചെല്ല. ഡിവൈഎസ്പി സാർ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അവിടെ നിന്നേ ഒരു കാര്യം ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി. നമ്മൾ അവരുടെ കുടികിടപ്പുകാരാ. ആവശ്യമില്ലാത്ത വല്ലതൊക്കെ പറഞ്ഞാലേ ഈ അയലവക്കത്ത് കിടന്നു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ. അപ്പോൾ നാരായണന്റെ അഭിപ്രായം ഓമനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നറിഞ്ഞതിന് ശേഷം ഓമനെ അല്പം ഹിസ്റ്റീരിക്കായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ പേരക്കിടങ്ങളെയും മറ്റും കണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിരാശയായിരിക്കാം ആത്മഹത്യക്ക് കാരണം. ശരി, നാരായണ പോയിക്കോളൂ. ആ മത്തായി വിളിക്കൂ. സാർ, എന്തായി സാർ? ആരാ മത്തായി? ഞാൻ അന്നേ. ആ, താനകത്തേക്ക് വന്നേ. എന്താടോ തന്റെ പേര്? പടനിലം മത്തായി. എത്ര കൊല്ലമായി താൻ ഔസേപ്പച്ചന്റെ കൂടെ കൂടിയിട്ട്? 6-7 വർഷമായി. അതിനു മുൻപോ? കൃഷിപ്പണിയായിരുന്നു. സത്യം പറ, അന്ന് രാത്രി ആ വീട്ടിൽ എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. മുതലാളി എന്നെ വീട്ടിൽ ഇറക്കിയിട്ടാ പോയത്. നേരം വെളുത്തപ്പോഴാ ഓമന കുഞ്ഞ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. മുതലാളി തന്നെ വീട്ടിൽ വിട്ടപ്പോൾ ഉദ്ദേശം എത്ര മണിയായി കാണും? ഒരു 9:30 മണി. തന്റെ വീട്ടിൽ നിന്നും മുതലാളിയുടെ വീട്ടിലെത്താൻ ഏകദേശം എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ് നടന്നെത്താൻ അല്ലേ? അതെ. അപ്പോ കാറിലാകുമ്പോൾ അതിലും കുറച്ച് സമയം മതി. അതെ. ഔസേപ്പച്ചൻ പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു എന്നാണല്ലോ. അങ്ങനെ മുതലാളി പറഞ്ഞെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാ. എന്നെ വീട്ടിൽ വിട്ടപ്പോ 10 മണിയായി കാണും. പിന്നെന്താണോ തനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നത്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. എനിക്കൊരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. ഈ നാട് വിട്ടെങ്ങും പോകരുത്. ഇല്ല, സർ. എപ്പോ വിളിച്ചാലും വന്നേക്കണം. വരാം സാർ. പൊയ്ക്കോ. കോൾ ശ്രീധരൻ. സാർ. യെസ് സാർ. ശ്രീധരൻ വരണം. പോയിട്ട് വരാം. തനിക്ക് എവിടെയാ ജോലി? ഓട്ട് കമ്പനിയിലാ. ഔസേപ്പത്തിന്റെ വീടിന്റെ തൊട്ടടുത്തല്ലേ തന്റെ വീട്? അതെ. സംഭവ ദിവസം രാത്രി, അതായത് 4-ാം നാൾ, അടുത്ത വീട്ടിൽ നിന്നും വല്ല ശബ്ദമോ ഒച്ചയോ താൻ കേട്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ശബ്ദം ഒച്ചയൊന്നും കേട്ടില്ല. പക്ഷെ ഒരു 10-10:30 മണിയായപ്പം എന്തോ ഒന്ന് വന്നു വീഴുന്ന ശബ്ദം കേട്ടു. താൻ പോയി നോക്കിയില്ലേ? ഞാൻ വല്ല തേങ്ങയോ മറ്റോ ആണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോഴല്ലേ സംഭവം അറിയുന്നത്. സണ്ണി ആളെങ്ങനെയാ? നല്ലവനാ. പക്ഷെ കുടിച്ചാ പോയി. കുടിച്ചിട്ട് ആ പാവം പെണ്ണിനെ തെറി പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ സാറേ? എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്നൊന്നും കാണാൻ പറ്റൂല. പിന്നെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ഔസേപ്പത്തിന്റെ ആളെങ്ങനെയാ? കള്ളനാ, പുതുപ്പണക്കാരൻ. 5-6 വർഷം കൊണ്ടല്ലേ സാറേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ പെണ്ണിന്റെ അപ്പന്റെ സ്ഥലവും മറ്റും പണയം വയ്ക്കാനാന്നും പറഞ്ഞ് എഴുതി വാങ്ങി പറ്റിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. ഔസേപ്പച്ചൻ പണക്കാരനായതിലുള്ള അസൂയ കൊണ്ടല്ലേ താൻ അങ്ങനെ പറയുന്നത്? ദൈവത്തിനാണ് എനിക്ക് അവരോട് യാതൊരു അസൂയയില്ലേ. ഔസേപ്പച്ചന്റെ സ്വഭാവം എങ്ങനെയാ? വല്ല നടപടി ദൂഷ്യമുള്ള ആളാണോ? 10-15 വർഷമായില്ലേ സാറേ അയാളുടെ ഭാര്യ മരിച്ചിട്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു കുറവ്? ഇവിടെ ഔസേപ്പച്ചന് പല രഹസ്യപ്പറ്റുകാരും ഉണ്ടേ. ജോണിക്കുട്ടി ആളെങ്ങനെയാ? ഔസേപ്പച്ചന്റെ മരുമോനല്ലേ സാർ. ഞാൻ കേട്ടിടത്തോളം ആള് നല്ലവനാ. ഔസേപ്പച്ചന്റെ ബിസിനസിന്റെ നെടുന്തൂണ അയാളാ. താൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാർ. പക്ഷെ ഞാനീ പറഞ്ഞത് മൂന്നാമതൊരാൾ അറിയരുത്.
എന്റെ പെമ്പറന്നൂര് പ്രത്യേകം പറഞ്ഞതാ, അയൽവക്കമാ, ഒന്നും പറയണ്ടെന്ന്. പിന്നെ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവിടെ നിൽക്ക്, ഞങ്ങൾക്ക് വർമ്മ സാറിനെ ഒന്ന് കാണണം. വർമ്മ സാർ അകത്ത് ജോലിയില്ല, അതിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. അതൊന്നും പറഞ്ഞാൽ ഒക്കില്ല, അകത്തുനിന്ന് പറഞ്ഞാൽ വിടാൻ ഒക്കൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം. അവിടെ നിൽക്കാൻ. ബാബു, സാർ. അവരെ വിടൂ. ആ പൊക്കോ. എന്താ കാര്യം? സാർ, ഇതൊരു നിവേദനമാണ്. ഞാൻ കർഷക സംഘ പ്രസിഡന്റാണ്. ഇവർ അറിയാം. സാർ, എന്റെ മോള് മരിച്ചതല്ല, അവളെ കൊന്നതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം സാർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കാൻ. പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞാൽ മതി. ശരി സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എടാ, എന്റെ മോളെ കൊന്നതാ. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഏയ്, എടാ, നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. എടാ, നിന്നെ ഞാൻ കൊല്ലും. എടാ, ദുഷ്ട. ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളും മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ എന്തോ എന്റെ കോൺഷ്യസ്നെസ് ഈ തെളിവുകളും മൊഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാടെ ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ ആവോ? സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ. പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 മണി വരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമന ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ, വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അല്ലേ സർ? യെസ്, എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഏസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. തോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? ചാക്കോ വയ്ക്കുള്ളൂ. ഓക്കെ. കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ SP-ക്ക് ഈ ആത്മഹത്യ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുമില്ല. എന്നിട്ട് ആ നായന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ SP ആളെങ്ങനെയാ? വീഴുവോ? വീഴും വീഴും. നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തും ഉണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി IG അല്ല മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് SP പ്രഭാകർ വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായാൾ. മിസ്റ്റർ നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതുമറിക്കും. തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു.
പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നരകം. ഇതിനെന്താ ഒരു പോംവഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്. നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം ഔസേപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഏയ് ഞാനില്ല, നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. ആ പിന്നെ ഒരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തില് നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴഞ്ഞേക്കരുത്. ഞാൻ പാറായുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ ഐ ജി മന്ത്രിയും ഒക്കെ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ചു ചോദിക്ക്. ഞാൻ ഇറങ്ങുന്നു. മോളെ ആനി, മോളെ മോളെ ആനി, മോളെ ഒന്ന് വായിക്ക. ഓമന കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. ഓമനയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന ഡിവൈഎസ്പി പ്രഭാകര വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും പകരം പുതിയ ഡിവൈഎസ്പി ദേവദാസിനെ നിയമിക്കുകയും ചെയ്തു. കർത്താവേ, ഇത് വലിയ ചതിയായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ചാക്കോച്ചിനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അത് നേരാ. എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി. ട്രാഫിക്കിലേക്കാ മാറ്റം, വർമ്മ സാറിന് റൂറലിലേക്കും. ഇതെന്താ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത്? കാരണം നമുക്കല്ലേ ഇല്ലാത്തത്. പുതിയ ആളാരാ? ഡിവൈഎസ്പി ദേവദാസ് സാറാണെന്നാ കേട്ടത്. അയാൾ ആളെങ്ങനെയാ? അവർക്ക് കൊള്ളാം. ആർക്ക്? ആർക്കാണോ ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം അവർക്ക്. ഇങ്ങനെയൊക്കെ നടന്നാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ മോനെ ഒരു മാർഗം? ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം. പത്രങ്ങളിൽ കൂടിയും മറ്റു മാർഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മോനെ? പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ. അപ്പച്ചാ, ദേ പോലീസ് വരുന്നു. ജോൺ തോമസ്? ഞാനാണ് സാർ. ആനിയോ? ഞാനാ. തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സാർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണോ? അതോ ഔസേപ്പച്ചനെ? അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സാർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കൊടുക്കാവുന്നേറ്റ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സാർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഉണ്ട്. വരൂ. എന്താ കാരണം? ഔസേപ്പച്ചന് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യം എന്നല്ലല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 6-7 മാസമായി. 6-7 മാസമായി അല്ലേ? ഔസേപ്പച്ചനും തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനയെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സാറിന് എന്താ എത്ര നിർബന്ധം?
തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കും സാർ. ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും? എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഡിവൈഎസ്പി വർമ്മ ഡിവൈഎസ്പി വർമ്മയല്ല, ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ. മരിച്ചവരോ മരിച്ചു, ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ സ്വയം കൂടി കിടത്തണോ തോമാച്ച?